സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ദേവീ ശരണം അമ്മേ. സുപ്രഭാതം, ശുഭദിനം. എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാലവന്ദനം. ശ്രീമദ് ദേവി ഭാഗവത നിത്യപാരായണ പരമ്പരയുടെ യജ്ഞവേദിയിലേക്ക് സുസ്വാഗതം. ദ്വാദശസ്കന്ധത്തിലെ ദശമ അധ്യായമാണ് ഇന്ന് നാം അവലോകനം ചെയ്യാൻ തുടങ്ങുന്നത്. ഇനി വരുന്നതായിട്ടുള്ള 2-3 അധ്യായങ്ങളിൽ കൂടി ദേവിയുടെ മണിദ്വീപ വർണ്ണനം ആണ് ഇവിടെ വ്യാസൻ ജനമേജയന് പറഞ്ഞുകൊടുക്കുന്നത്. ബ്രഹ്മലോകാധുർ ഊർധ്വഭാഗേ സർവലോകോസ്തി യശ്രുതാ മണിദ്വീപസയേവാസ്തി യത്ര ദേവി വിരാജതേ. ബ്രഹ്മലോകത്തിന്റെ മുകളിലായി പ്രസിദ്ധമായ സർവലോകം സ്ഥിതി ചെയ്യുന്നു. ദേവി വിരാജിച്ച് അരുളുന്ന മണിദ്വീപം അതാണ്. സർവലോകങ്ങളിലും വെച്ച് ഉത്തമമായതിനാൽ അത് സർവലോകം എന്ന് കീർത്തിക്കപ്പെടുന്നു. പരാശക്തിയായിട്ടുള്ള ജഗദംബിക സ്വ ഇച്ഛയ പണ്ടേ കൽപ്പിച്ച് ഉണ്ടാക്കിയതാണ് ഈ മണിദ്വീപം. സർവത്തിൻ്റെയും ആദിയിൽ സ്വവാസാർത്ഥം മൂലപ്രകൃതി സൃഷ്ടിച്ച ഈ കൈലാസത്തെക്കാളും വൈകുണ്ഠത്തെക്കാളും ഉത്തമമാണ് മണിദ്വീപം എന്നവിടെ പറഞ്ഞു. ഗോലോകത്തെക്കാളും മറ്റെല്ലാറ്റിനേക്കാളും ഉത്തമമായ ലോകമാണ് സർവലോകം എന്ന് പ്രസിദ്ധമാണ് ഇത്. ഈ മണിദ്വീപത്തിനേക്കാൾ സുന്ദരമായ മറ്റൊരു ലോകം 3 ലോകങ്ങളിലും ഇല്ല. 3 ലോകത്തിന്റെയും സംസാരതാപം അകറ്റുന്നതിന് തണൽ വിരിച്ചുകൊണ്ട് ബ്രഹ്മാണ്ഡങ്ങളുടെ വെൺകൊറ്റക്കുട പോലെ ഈ ലോകം സ്ഥിതി ചെയ്യുന്നു. മണിദ്വീപത്തിന് ചുറ്റുമായി ബഹുയോജന വിസ്താരവും അതിന് തക്ക ഗാംഭീര്യവും ഉള്ള സുധാസമുദ്രം സ്ഥിതി ചെയ്യുന്നുണ്ട്. കാറ്റടിച്ചിളകിമറിയുന്ന 100കണക്കിന് തിരമാലകളും രത്നങ്ങളും മത്സ്യങ്ങളും ശംഖുകളും സ്വാച്ഛമായ മണൽത്തട്ടുകളും തിരകൾ ഇളകി തിമിർക്കുന്നത് മൂലം തെറിച്ചു വീഴുന്ന ജലകണങ്ങളുടെയും ശീതളിമയും പലതരം കുടിനാട്ടി അങ്ങോട്ടുമിങ്ങോട്ടും പായുന്ന ഓടങ്ങളും അവിടെയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആ മണിദ്വീപത്തിനെ വർണ്ണിക്കുന്നുണ്ട്. മണിദ്വീപത്തിന് ഉള്ള പ്രത്യേകത, ഈ മണിദ്വീപത്തിന് 18 കോട്ടകൾ, വിവിധ പദാർത്ഥങ്ങളാൽ ഉണ്ടാക്കിയ 18 തരം പദാർത്ഥങ്ങളാൽ നിർമ്മിക്കപ്പെട്ട വിവിധ കോട്ടകൾ ഉണ്ട് എന്നാണ് പറയണത്. 18 കോട്ടകളാണ്. ഓരോ കോട്ടകളും ഓരോരോ പദാർത്ഥങ്ങളെ കൊണ്ട് നിർമ്മിതമാണ്. ഈ കോട്ടകൾ, ഓരോരോ കോട്ടകൾ കടക്കുമ്പോഴും അതിനുള്ളിൽ കാണുന്ന ദൃശ്യങ്ങളെ ഇവിടെ വിവരിക്കുന്നുണ്ട്. ഓരോ കോട്ടകളിലും ഏതേത് പദാർത്ഥങ്ങളെ കൊണ്ടുണ്ടാക്കിയിരിക്കണോ, ആ കോട്ടകൾ കടന്നകത്ത് കടന്നാൽ കാണുന്ന ദൃശ്യങ്ങൾ എന്താണ് എന്നിവയെല്ലാം ഇവിടെ വളരെ വിസ്തരിച്ചുകൊണ്ട് പറയുന്നുണ്ട്. ഇതിൽ ആദ്യത്തെ 9 കോട്ടകളെക്കുറിച്ചാണ് ഈ അധ്യായത്തില്, ദശമ അധ്യായത്തില് ഇവിടെ പറഞ്ഞു പോകുന്നത്. അതിനെ ചുരുക്കി വിസ്തരിച്ചുകൊണ്ട് പോകാം. കാരണം മണിദ്വീപത്തിന്റെ വിസ്തരണം എന്നുള്ളത് ആരാലും ചെയ്യാൻ കഴിയാത്ത ഒന്നാണ്. ദേവിയുടെ ആ കോട്ടകളുടെ പൂർണ്ണമായിട്ടുള്ള വിസ്തരിച്ചിട്ടുള്ള വിശകലനം. അതുകൊണ്ട് ബ്രഹ്മലോകത്തിന്റെ ഉപരിഭാഗത്താണ് മണിദ്വീപം എന്ന് പറഞ്ഞു. അമൃത സമുദ്രമധ്യത്തിലാണ് ഈ മണി ഒരു മണിയെപ്പോലെ ശോഭിക്കുന്നത് കൊണ്ട് ഇതിനെ മണിദ്വീപം എന്ന് പേരുണ്ടായി. ഇവിടെയാണ് ദേവിയുടെ ആവാസസ്ഥാനം. എപ്രകാരമാണോ വിഷ്ണു വൈകുണ്ഠത്തിലും മഹാദേവൻ കൈലാസത്തിലും വസിക്കുന്നത്, അതുപോലെ ആദിപരാശക്തിയായ ജഗദംബയുടെ വാസസ്ഥലമാണ് ഈ മണിദ്വീപം. എല്ലാ ലോകങ്ങളെയും തന്നിൽ തന്നെ ഒതുക്കി നിൽക്കുന്നതിനാൽ
ഇതിനെ സർവലോകം എന്നുകൂടി ഒരു പേരുണ്ട്. ബ്രഹ്മലോകത്തിന്റെ മുകളിൽ ത്രിമൂർത്തികളുടെ ലോകങ്ങൾക്കും ഉപരിയായിട്ട് മണിമയമായി ശോഭിക്കുന്നു ദേവിയുടെ വാസസ്ഥലമായിട്ടുള്ള ഈ മണിദ്വീപം എന്നവിടെ പറഞ്ഞു. ഇനി അമൃത സമുദ്രത്തിലെ ദ്വീപായ മണിദ്വീപത്തിലെ മണലെല്ലാം തന്നെ രത്നങ്ങളാണ് എന്നാണ് പറയുന്നത്. 7 യോജന വിസ്താരത്തിൽ 4 ഇരുമ്പ് മതിലുകളാണ് ആദ്യത്തെ കോട്ടകളായിട്ടുള്ളത്. മണിദ്വീപത്തിലേക്ക് വരുന്ന ആരായാലും ഈ ഇരുമ്പ് കോട്ടകൾക്ക് പുറത്ത് വാഹനത്തെ നിർത്തി കാൽനടയായിട്ട് വേണം അകത്തേക്ക് പോകാൻ എന്ന് പറയുന്നു. ആദ്യത്തേതായ ആ കോട്ടയെ വിസ്തരിച്ചുകൊണ്ട് 9ാമത്തെ ശ്ലോകത്തിൽ ദശമാധ്യായത്തിലെ 9ാമത്തെ ശ്ലോകത്തിലാണ് ആദ്യത്തെ കോട്ടയുടെ വർണ്ണന പറഞ്ഞിരിക്കുന്നത്. വിരാജമാന പരിതഃ തീരതരത്നദ്രുമോ മഹാൻ തദുത്തരമയോധാതു നിർമ്മിതോ ഗഗനേ തഥാ സർവത്ര ദേവീ നാമ സങ്കീർത്തനം മഹാദേവ്യൈ നമഃ. ആദ്യത്തെ കോട്ടയെ അവിടെ വർണ്ണിക്കുകയാണ്. ഏഴ് യോജന ഉയരത്തിൽ 4 ഗോപുരങ്ങളോടുകൂടി ശോഭിക്കുന്ന ഒരു ഇരുമ്പ് മതിലുണ്ട്. ഈ മതിൽ വാളുപോലെ മിന്നിക്കൊണ്ടിരിക്കുന്നു. 4 ഗോപുരങ്ങളിലും അസ്ത്രശസ്ത്ര പ്രഹരണത്തിൽ അതിവിദഗ്ധന്മാരായ അനേകം ദ്വാരപാലകന്മാര് ഈ കോട്ടയിൽ കാവൽ നിൽക്കുന്നുണ്ട്. ദേവിയെ ദർശിപ്പാനായി വരുന്നവരെല്ലാം ആരാണെങ്കിലും ശരി അവരവരുടെ വാഹനങ്ങളിൽ നിന്ന് ഇറങ്ങേണ്ടതാണ്. രാജപാതയുടെ ഇരുഭാഗങ്ങളിലും വരിയായി അങ്ങനെ വന്ന് ഇറങ്ങിയവരുടെ പലതരത്തിലുള്ള അനേകം വാഹനങ്ങൾ അവിടെ കിടക്കുന്നത് കാണാം. ശുദ്ധമായിട്ടുള്ള ആ പ്രദേശം ഗോപുരത്തിൽ പ്രവേശനം കാക്ഷിച്ചു നിൽക്കുന്ന ദേവന്മാരുടെയും മറ്റുള്ളവരുടെയും തിക്കും തിരക്കും എപ്പോഴും അവിടെ കാണാവുന്നതാണ്. എന്ന് അവിടെ പറയുകയാണ്. ആ ആദ്യത്തെ കോട്ടയെ വിശേഷിപ്പിച്ചുകൊണ്ട് ധാരാളം ഭടന്മാര് നിൽപ്പുണ്ട് അവിടെ. അവരെല്ലാം കയ്യിൽ ചൂരൽ വടി ധരിച്ചുകൊണ്ടാണത്രേ നിൽക്കുന്നത്. ആരാണോ നിയമങ്ങളെ ലംഘിച്ചുകൊണ്ട് ഈ കോട്ടയ്ക്കകത്ത് കടക്കാൻ ശ്രമിക്കുന്നത് അവരെ ഈ നിയമപാലകന്മാര് ദണ്ഡിക്കും എന്ന് പറയാണ്. ഇനി കുറച്ചുകൂടി മാത്രമല്ല, ഈ രാജപാതയുടെ ഇരുവശങ്ങളിലായിട്ട് ധാരാളം ജലസമ്പൂർണമായിട്ടുള്ള അനേകം തടാകങ്ങളും മനോഹരങ്ങളായിട്ടുള്ള അനേകം ഉദ്യാനങ്ങളും കൂടിയുണ്ട് എന്ന് പറയുന്നു. ഇനി ഈ മതിൽക്കെട്ട് കടന്ന് കുറച്ച് അങ്ങോട്ട് അകത്തോട്ട് പോയാൽ ഓടുകൊണ്ട് ബ്രാസ് വെങ്കലം എന്നൊക്കെ പറയും. ഓടുകൊണ്ടുണ്ടാക്കപ്പെട്ടതും ആകാശം വരെ മുട്ടി നിൽക്കുന്നതും 4 ഗോപുരങ്ങളോടും കൂടിയതും മുമ്പ് പറയപ്പെട്ട മതിലിനേക്കാൾ ഒരു 100 ഇരട്ടിയധികം പ്രകാശത്തോടു കൂടിയതുമായ മറ്റൊരു മതിൽ കാണാം. ഈ മതില് ബ്രോൺസ് അഥവാ വെങ്കലം ഓടുകൊണ്ടുണ്ടാക്കിയതാണ്. ഈ 2ാമത്തെ കോട്ടയുടെ വർണ്ണനം 17ാമത്തെ ശ്ലോകത്തിൽ 10ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്. വാടിക വിവിധാരാജൻ രത്നദ്രുമ വിരാജിത തദുത്തരം മഹാസാര ധാതു നിർമ്മിത മണ്ഡല സർവത്ര ദേവീ നാമ സങ്കീർത്തനം മഹാദേവ്യൈ നമഃ. ഈ 2 മതിലുകൾക്കും ഇടയിലുള്ള അതിവിശാലമായതും അത്യന്തം മനോഹരമായതുമായിട്ടുള്ള ഭൂഭാഗത്തിലെ പൂത്തും കായ്ച്ചും തളുത്തും നിൽക്കുന്ന അനേകം വിശേഷ വൃക്ഷങ്ങളുണ്ട്.
ലോകത്തിൽ എങ്ങും കാണപ്പെടുന്ന സകല വൃക്ഷങ്ങളും ചെടികളും ലതകളും അവിടെ കാണാം. വൃക്ഷങ്ങളെല്ലാം എന്നും കായ്ച്ചുകൊണ്ടിരിക്കും. അവിടെ പുഷ്പിക്കുന്ന പുഷ്പങ്ങളിലെല്ലാം തന്നെ അനിതര സാധാരണമായ സുഗന്ധമുള്ളതാണ് എന്നൊക്കെ പറയുന്നുണ്ട്. എന്തൊക്കെ വൃക്ഷങ്ങളുണ്ട്, എന്തൊക്കെ പൂക്കളുണ്ട് എന്നുള്ളതിനെയെല്ലാം അവിടെ ആ ഉദ്യാനങ്ങളിൽ എന്തൊക്കെ കാണാൻ കഴിയും. ആ ഉദ്യാനങ്ങളിലുള്ള ഹംസം, ചക്രവാകം, കുളക്കോഴി മുതലായിട്ടുള്ള പക്ഷികള്, അനേകം തടാകങ്ങള്, കോകിലങ്ങള്, മയിലുകള്, മൈനകള്, തത്തകള്, പ്രാവുകള് മുതലായിട്ടുള്ള പക്ഷികള് മനോഹരമായിട്ടുള്ള ഗാനം കൊണ്ടും മാട്ടം കൊണ്ടും ലീലാവിശേഷങ്ങൾ കൊണ്ടും അവിടെയെങ്ങും ധാരാളമായിട്ട് കാണപ്പെടുന്നു. വായു ഈ പുഷ്പങ്ങളുടെ സൗരഭ്യവും ഏറ്റിക്കൊണ്ട് അവിടെയെല്ലാം ചുറ്റി സഞ്ചരിക്കുന്നു. ആ പ്രദേശം എല്ലാ അവയവങ്ങൾക്കും നമ്മളുടെ മനസ്സിനും ഒരുപോലെ ആനന്ദത്തെ ജനിപ്പിക്കുന്നതാണ് എന്ന് ദേവിയുടെ രണ്ടാമത്തെ ആ കോട്ടയെക്കുറിച്ച് അവിടെ പറഞ്ഞു. ബാക്കിയുള്ള കോട്ടകളുടെ വർണ്ണം നമുക്ക് നാളെ തുടർന്ന് കൊണ്ടുപോകാം. ഇന്ന് സമയമായതിനാൽ ഇവിടെ തന്നെ നിർത്തുന്നു. ശ്രീ മഹാദേവ്യൈ നമഃ.